ഇന്ന് വൈകുന്നേരം ഇപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തപ്പോൾ ചായക്ക് കടി ഉണ്ടാക്കാന്ന്. അപ്പോഴാട്ടോ ആലോചിച്ചത് ഇലയുടെ ഉണ്ടാക്കാന്ന്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് കാണണ്ടെങ്കിൽ വരി. അപ്പോൾ വരി, ആദ്യം നമുക്ക് ഇല വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഇല പറിക്കാൻ പോയതാട്ടോ. പൊടിയണ്ണിൻ്റെ ഇല എന്ന് പറയും, അതുപോലെ വട്ടയില എന്നും പറയും. അപ്പോൾ നല്ലോണം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ, അതിന്മേൽ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ആ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പൊടി എടുക്കുകയാണ്. അപ്പോൾ ഇത് എന്ത് പൊടിയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ആട്ടപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയിലും ഉണ്ടാക്കുക, അരിപ്പൊടി അതുപോലെ രാഗിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ഇതുപോലെ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആട്ടപ്പൊടി ഉണ്ടായതുകൊണ്ട് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ആട്ടപ്പൊടി. എന്താ നിങ്ങൾക്ക് അറിയില്ലേ? വേണമെങ്കിൽ ഞാൻ അത് ആ പാക്കറ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആട്ടപ്പൊടി. അപ്പോൾ ഇതാ എന്തായാലും നമ്മൾ നല്ലോണം തരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെള്ളം പിന്നെ അതിലേക്ക് ചേരുമ്പോൾ ഉപ്പ് എല്ലായിടത്തും ആവില്ല. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഉപ്പ് എന്ത് ചെയ്യുക? നല്ലോണം അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക. പച്ചവെള്ളമാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചുടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല, പച്ചവെള്ളം തന്നെ മതി. അപ്പോൾ നല്ലോണം കുഴക്കുക. എന്നിട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുമല്ലോ, അതേപോലെ അങ്ങോട്ട് കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ തേങ്ങ കൊണ്ടുപോയി ചിരകണം. അപ്പോൾ വരി. അപ്പോൾ എന്തായാലും തേങ്ങ പൊട്ടിച്ച് ഞാൻ ചിരകുകയാണ് കേട്ടോ. തേങ്ങ ചിരകണം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഇതുണ്ടാക്കണമെങ്കിൽ തേങ്ങ മസ്റ്റാണല്ലോ. അപ്പോൾ എന്തായാലും തേങ്ങ ചിരകി അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ടോ, 2, 3, 4 ഏലക്കായ പൊടിച്ചതും നേന്ത്രക്കായ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക് ചെറുപ്പഴം ചേർക്കുക, വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആപ്പിളൊക്കെ വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിടാം. അതുപോലെ നെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുക. നിലക്കടല, അതൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നേരത്തെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവുണ്ടല്ലോ, ഇതിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇന്നപ്പോൾ ഒന്നും ചെയ്യണില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ആ ഇലയിൽ ഇതിനൊന്ന് അടിച്ചങ്ങോട്ട് നിരത്തി പരത്തണം ഇതിനെട്ടോ. അപ്പോൾ ഇതാ പരത്താൻ പോവാണ്. കയ്യിൽ ഇതാ ഒരു ഉരുള ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പരത്തുകയാണ്. അപ്പോൾ ഇതാ പരത്തി നിരത്തി വെച്ചേക്കണ്, കണ്ടില്ലേ? ഇനി ഇങ്ങനെ പോരാ, അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളെ തേങ്ങയും ശർക്കരയും ഏത്തപ്പായൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കോരിയിടണം. ഒരുപാട് അങ്ങോട്ട് കോരിയിടണ്ട, അപ്പോൾ നമുക്ക് മടക്കാനൊന്നും കഴിയില്ല. ആ ശർക്കര ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ചേർത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഒറ്റ മടക്ക് വേണമെങ്കിൽ മടക്കട്ടെ. ഇവിടെ നമ്മൾ 2-3 മടക്ക് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു കാണാൻ വൃത്തിയുണ്ട്. ഒറ്റ മടക്ക് മടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ആ തേങ്ങയും ശർക്കരയൊക്കെ പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. അപ്പോൾ ഇത് ഓരോന്നിലും ഇങ്ങനെ ഇതാ നമ്മളെ സ്പൂണിൽ ഇട്ടിട്ട് ഇങ്ങനെ നിറച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നിറച്ചിട്ട് എന്ത് ചെയ്യുക? അതേപോലെ മടക്കുക. ആദ്യം ഒരു മടക്ക് മടക്കുക, എന്നിട്ട് അതിൻ്റെ 2 സൈഡും മടക്കുക. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഇതാ മടക്കി വെക്കുകയാണ് കേട്ടോ. പത്തിരിൻ്റെ ഷേപ്പൊക്കെ പലതും പല രീതിയിലാണ് കേട്ടോ. എന്തായാലും ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകൾക്കാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നും അടുക്കി പെറുക്കി വെക്കുകയാണ്. ഇതാ ഓരോന്നും പെറുക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇല കീറാതെ അതുപോലെ വെക്കുമ്പോൾ ആ മടക്കൊക്കെ നീർന്നിക്കണം അതൊക്കെ നോക്കുക. നല്ല വൃത്തിയിൽ ഇങ്ങനെ ഒതുക്കി വെക്കുക. ഇനി ഇത് അടച്ചതിന് ശേഷം നമ്മളിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വേവണം കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞങ്ങളൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ മുകളിലത്ത് ഇങ്ങനെ വെന്തക്കണം. അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും അല്ലാതെ വെന്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ തൊട്ട് നോക്കിയത്. അപ്പോൾ വെന്തിട്ടില്ലാന്ന് കണ്ടപ്പോൾ കുറച്ച് നേരം കൂടി ഞങ്ങൾ അടച്ച് വെന്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫാക്കിയപ്പോൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാത്രത്തിലാക്കി വെക്കണമല്ലോ അത്. കുട്ടികൾക്കൊക്കെ വല്ലാത്ത ആകാംക്ഷ, എന്താ വെച്ചാൽ അത് പിന്നെ എപ്പോഴാണ് തിന്നാനാവുക. സാധാരണ ചായ എടുക്കാൻ കുറേ സമയം ഇങ്ങനെ വിളിക്കണം, എന്നാലേ വരുള്ളൂ. അപ്പോൾ ഈ സാധനം കണ്ടപ്പോഴേ അപ്പോൾ എന്തായാലും ഫസ്റ്റ് വെന്തതിന് ശേഷം ഇങ്ങനെ തുറന്ന് നോക്കണം കേട്ടോ എന്താ അവസ്ഥ എന്ന്. ആദ്യം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അളിയനും ഇത്തായൊക്കെ ഉണ്ടായിരുന്നു. ഇക്കാൻ്റെ പിന്നെ പെങ്ങളും അളിയനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയണമല്ലോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എന്നാൽ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയതിനേക്കാളും നല്ല ടേസ്റ്റായി. അപ്പോൾ എല്ലാവരും നമ്മൾ ചായ കുടിക്കാനൊക്കെ വിളിച്ച് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ടേബിളുമൊക്കെ ഇതാ കൊണ്ടുവച്ചേക്കണം കേട്ടോ. അതുപോലെ ഇക്കായും പിന്നെ അളിയനും ഇത്തായും കുട്ടികളൊക്കെ വന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പൊളിച്ച് നോക്കുകയാണ് ഇട്ടത് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അവർക്ക് ഭയങ്കര ആകാംക്ഷ. ഒരു ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തിന്നിട്ടുണ്ട്, എന്നാലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ ഇക്കാൻ്റെ ഇക്ക പൊളിച്ച് നോക്കുന്നുണ്ട്, കുട്ടികളത് ഇതാ പൊളിച്ച് നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത്ത അങ്ങനെ പൊളിച്ച് കൊടുക്കുകയാണ് അവർക്ക്, ഇങ്ങനെയാണ് പൊളിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇക്ക അതാ പൊളിച്ച് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, ഇത് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി നട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ ഉണ്ട് ഇതിലേക്ക് കോമ്പിനേഷൻ എനിക്ക് തോന്നുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ, പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ആണോ, ഇതിൻ്റെ എന്തൊക്കെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, പിന്നെ വരാം.